മഹാഗുരു ശരണം. ഇന്ന് 2025 മാർച്ച് 28. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ ചിലർ പറയുന്ന പ്രശ്നങ്ങളാണ് ചിന്തകൾ. നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു എനർജിയാണ്. എനർജിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയല്ല. ചിന്തകളും അതുപോലെ തന്നെയാണ്, അതും എനർജിയാണ്. അതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസത്തെ ഇത് ചെയ്യുക. അതിൽ ഏറ്റവും എളുപ്പം പറഞ്ഞാൽ പ്രാണായാമം ചെയ്യുക. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. ഈ രണ്ട് വിരൽ പിന്നെ ഇതിങ്ങനെ ഈ രണ്ട് വിരൽ ഇടത് മൂക്കിൽ ഇത് അടച്ചിട്ട് ഇത് വലത് മൂക്കും അടയ്ക്കാനാണ്. അപ്പോൾ വലത് മൂക്കിൽ കൂടി ആദ്യം ശ്വാസം എടുക്കുക, അല്ലെങ്കിൽ ഇടത് മൂക്കിൽ കൂടി എടുക്കുക. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. രണ്ടും എടുത്താലും പോണ ശ്വാസകോശത്തിലേക്കാണ് എടുക്കുക. എന്നിട്ട് എടുത്തതിനേക്കാൾ കൂടുതൽ നേരം നമ്മൾ പിടിച്ചു നിർത്തുക. പിടിച്ചു നിർത്തിയതിന് ശേഷം മറ്റേ മൂക്കിൽ കൂടി വിടുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. അപ്പൊ ഇതിൽ രണ്ട് ശ്രദ്ധയാണ് വരുന്നത്. ഒന്ന് ശ്വാസം കയറി ഇറങ്ങുന്നത്, പിന്നെ മൂക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. ഉള്ളിൽ നിർത്തുന്നതുമായിട്ടൊരു ശ്രദ്ധ വരും. കാര്യം മനസ്സിന് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ പോകും. മനസ്സിലായ? ബോധ മനസ്സും ഉപബോധ മനസ്സുമായിട്ട് എന്തോ ആവട്ടെ, അത് വേറെ വിഷയങ്ങളാണ്. അതിൻ്റെ പരിമിതമായ അറിവേ എനിക്കുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുക. അല്ലെങ്കിൽ ശക്തമായിട്ടല്ല, നമുക്ക് കഴിയുന്ന പോലെ ശ്വാസോച്ഛ്വാസം എടുത്ത് വിടുമ്പോൾ ഈ കുറേയൊക്കെ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിർത്തലാക്കാനായിട്ട് അല്പം വർക്കുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. കുടുംബ ബന്ധങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാര്യം കരിമരുന്ന് പോലെയാണ് ഭാര്യാഭർത്തൃ ബന്ധം. ഒരു ചെറിയ തീപ്പൊരി വീണ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ പലരും പറയുന്നത് അവരല്ല ആവശ്യപ്പെടുന്നത്, വേറെ ആരെങ്കിലും ആണ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വീട്ടുകാരോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ആണ് പറയുന്നത്. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നാ പറയുന്നത്. മനസ്സിലായോ? ആ പ്രശ്നങ്ങൾ വീട്ടുകാർ തമ്മിൽ ആലോചിച്ചത് ഇത് പഴുപ്പിച്ചത് ഇതാക്കാണ്ട് അവർ തന്നെ സ്വരുമയുടെ തീർക്കുകയാണ്. അപ്പൊ വീട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇവർ പ്രശ്നങ്ങളാണോ എന്ന് ചിന്തിക്കാണ്ട് ഇപ്പൊ മോള് വിളിച്ച് പറയാണ് മോൻ്റെ കാര്യം, മരുമോൻ്റെ കാര്യം, അല്ലെങ്കിൽ മോൻ വിളിച്ച് മരുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരോട് ഒരു കാര്യം പറയുക, നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നമ്മുടെ ആചാരം അനുസരിച്ച്, ജാതി മത വിശ്വാസം അനുസരിച്ച് ചെയ്താൽ, ചിലത് ജാതകം നോക്കി പൊരുത്തം നോക്കിയതാണ്. അതുപോലെ നിങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും താലി കെട്ടിയത്, അല്ലെങ്കിൽ ഓരോ മതാചാരം അനുസരിച്ച് അപ്പോൾ ദൈവികമായിട്ട് ഉള്ള ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തതാണ്. അപ്പം ഈശ്വരനായിട്ട് ഒരുമിപ്പിച്ചതാണ് നിങ്ങളെ. അപ്പം ഏതൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതിലും ഏറ്റക്കുറച്ചിലുകൾ കാണും, അല്ലേ? അപ്പോൾ 50% യോജിപ്പോടെ പോകുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യം. 75% ആയവർ അതിഭാഗ്യവാന്മാരെന്നേ പറയാൻ പറ്റുള്ളൂ. 100% ഉള്ളവർ പുണ്യവാന്മാരെന്നേ പറയാൻ പറ്റുള്ളൂ. 100% ഒരുമിച്ച് പോകാൻ പറ്റുന്നത്. എനിക്കത്തൊക്കെ തോന്നണ എൻ്റെ കാര്യത്തിൽ 50-60% ആയ ഭാഗ്യം എന്നാണ് തോന്നുന്നത്. മനസ്സിലായത്? അപ്പോൾ ഈ രണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ പല കാര്യത്തിൽ ഇതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ദേവതകൾ തമ്മിൽ തന്നെ, ദേവതകളുടെ ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഭാര്യ മഹാവിഷ്ണു ചെയ്ത ഇത് ഇഷ്ടപ്പെടാണ്ട് വൈകുണ്ഠം വിട്ടു വന്ന ആളാണ്. മനസ്സിലായ? ഭൃഗുമഹർഷിയായിട്ടുള്ള ഇടപാട്. അപ്പോൾ ഇതെല്ലാത്തിലും സംഭവിക്കുന്നതാണ്. അത് തന്നെയാണ് ഈ ചരിത്രത്തിൽ അല്ലെ ഇതിഹാസങ്ങളിലൊക്കെ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അപ്പം ഇതൊരു ക്രയവിക്രയാണ്. എന്തുകൊണ്ട് ആ ആള് ഭർത്താവായിട്ട് വന്നു, ആ ആള് ഭാര്യയായിട്ട് വന്നു എന്ന് വിചാരിക്കുമ്പോൾ ഇത് മുൻ ജന്മങ്ങളിലെ എന്തോ കൊടുക്കൽ വാങ്ങൽ തീർക്കാനാണ്. അത് കയ്യാങ്കളിയിലേക്ക് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീട്ടുകാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവരിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന ചെയ്യുക. നിങ്ങളുടെ ചിന്തകളിൽ അവർ തമ്മിൽ സ്വരുമയോടെ പോകും എന്ന് ചിന്തിക്കുക. കാര്യം അമ്മമാർക്കെന്ന് പറഞ്ഞാൽ പൊക്കിൾക്കൊടി ബന്ധമുണ്ട് മക്കളുമായിട്ട്. അപ്പോൾ ആ ഒരു തീവ്രത വെച്ചിട്ട് അവർ തീർച്ചയായിട്ടും എവിടെയാണോ താലികെട്ട് നടന്നത്, ഏത് ക്ഷേത്രമാണോ അല്ലെങ്കിൽ പള്ളിയാണോ എവിടെയാണോ നടന്നത്, ആ ദേവതകളെ മനസ്സിൽ വിചാരിച്ചിട്ട് അവർ സ്വരുമയോടെ പോണേ. അവരുടെ ജീവിതത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഐക്യമത്യം, ദീർഘായുസ്, പൂർണ്ണാരോഗ്യമൊക്കെ കിട്ടണം, അവർക്ക് സൽസന്താന സൗഭാഗ്യമൊക്കെ ഉണ്ടാകണമെന്ന് ഇങ്ങനെ ആ ദേവതേനെ മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുക. അത് സാധിക്കുമെങ്കിൽ വിവാഹം നടന്ന ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ചേരം ഇരുന്ന് കരയാനൊന്നും പാടില്ല. ദേവി ഇങ്ങനെയാണ് കേട്ടോ, അവർ തമ്മിൽ ഒരു രക്ഷയില്ലേ, ചേരില്ലേ, തമ്മിൽ രാവിലെ എഴുന്നേറ്റാത്ത കിടക്കണവരെ വഴക്കാണ്. ഇതൊന്നും ഒരു കാരണവശാലും പറയരുത് കേട്ടോ. അവർ ഒരുമയോടെ പോകണമെന്നൊക്കെ പറയണം. ആവശ്യമുള്ള കാര്യം മാത്രമാണ് പറയേണ്ടത്. ദയവ് ചെയ്ത് വിചാരിക്കുക. എന്നിട്ട് അവർ സന്തോഷത്തോടെ ഇതാകുന്നു, സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതൊക്കെ മനസ്സിൽ വിചാരിക്കുക. അത് തീർച്ചയായിട്ടും നടന്നിരിക്കും. മനസ്സിലായത്? നമ്മൾ ചെയ്യുന്ന സങ്കല്പം നടന്നിരിക്കും. അത് സങ്കല്പം ചെയ്യാൻ പോലും പറ്റാത്തത് കാർമ്മികമാണ്.
അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ബ്ലസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാരെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അവരെ സമീപിച്ചിട്ട് അവരോട് ഇവരുടെ കാർമ്മികമൊക്കെ ഒഴിഞ്ഞെടുക്കാൻ പറയുക, തേങ്ങയിലൊക്കെ ഒഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പോംവഴി. പിന്നെ ഇപ്പോൾ ഇന്ന് ഷൊർണൂർ പോവുകയാണ്. അപ്പോൾ നാളെ ഷൊർണൂർ കാണും രാവിലെ 9 മണി തൊട്ട് 1 മണി വരെ. അവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറയണം. അവിടെ ഒരു കുടുംബക്ഷേത്രത്തിലെ ഒരു പരാശക്തിയും പരിവാരങ്ങളുമായിട്ടുള്ള ഒരു ദേവതാ ക്ഷേത്രമുണ്ട്. അവിടുത്തെ എനർജി ആയിട്ട് കണക്ഷൻ ആയതുകൊണ്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അതൊന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നേരത്തെ ഒന്ന് പേഴ്സണലി അറിയിക്കണം. 3-4 പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. യൂട്യൂബിൽ ഇരുന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ തള്ളുന്നെന്നുള്ളതേ ഉള്ളൂ. അബാക്കിലും പോയി തള്ളും, ESPയിലും തള്ളി, ഇങ്ങനെയൊക്കെ. എന്നെ നേരിട്ട് കാണുമ്പോൾ ഇതൊന്നും നടക്കണമെന്നില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് ആരും വരല്ലേ. ഞാനൊരു സാധാരണ മനുഷ്യനാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ എന്തോ സംഭവമാണ്, ഇങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആനമയിൽ ഒട്ടകം കിട്ടുമെന്നൊന്നും ആരും വിചാരിക്കില്ല. വന്ന് കാശ് ചിലവായല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പറയുകയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് വലിയ ജ്ഞാനോ പാണ്ഡിത്യമോ അല്ലെങ്കിൽ കഴിവുകളോ ഒന്നുമില്ല. എൻ്റെ ഗുരു അനുഗ്രഹിച്ച് തന്നത് മാത്രമേ എനിക്കുള്ളൂ. അല്ലാണ്ട് വന്ന് നിങ്ങൾ വലിയ വലിയ പ്രഗത്ഭന്മാരായ ജ്യോതിഷന്മാരെ ആചാര്യന്മാരെയൊക്കെ കാണുന്ന പോലെയൊന്നും എന്നെ കാണരുത്. ഞാൻ എപ്പോഴും ഒരു തട്ട് താഴെയാണ് നിൽക്കുന്നത്. ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ വന്നിട്ട് നിങ്ങൾക്കും വന്നു പോയല്ലോ എന്ന് തോന്നരുത്. എനിക്കേതായാലും അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ പോകുന്ന ആ ക്ഷേത്രത്തിലെ കാര്യത്തിനാണ് പോകുന്നത്. ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ പ്രശ്നം തീർന്നല്ല. നമ്മളൊരു സാധാരണ മനുഷ്യനാണ് കേട്ടോ. ഈ യൂട്യൂബിലൊക്കെ ഇരുന്ന് തള്ളാനായിട്ട്, ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് തള്ളാനായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു തള്ളുന്നെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ആരും കൂടുതൽ വിശ്വാസത്തിൽ എടുക്കണമെന്നില്ല കേട്ടോ. അതും പറയുന്നു. പിന്നെ ചിലരൊക്കെ ഇടുന്ന മെസ്സേജുകൾ ഞാൻ വെറുതെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. ഇത് എന്ത് നടന്നാലും നിങ്ങളുടെ കുടുംബദേവത, കുലദേവത, ഗ്രാമദേവത, നിങ്ങളുടെ ആരാധിച്ച ഇതിൻ്റെയൊക്കെ എനർജിയാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണത്. അതിന് ഒരു ലൈൻമാൻ വന്നിട്ട് ഒരു കണക്ഷൻ ഇങ്ങനെ കൊടുക്കുകയല്ലേ. പോസ്റ്റില് ഇലക്ട്രിസിറ്റിയും കാണും, വീട്ടിലെ ലൈനും ഒക്കെ വലിച്ചു കാണും. അവർ ചെറിയൊരു കമ്പി കൂട്ടിമുട്ടിക്കേണ്ട ഒരു കാര്യമുള്ളൂ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യണ വിദ്യയും പഠിക്കണം. അത്രയേ ഉള്ളൂ ഇതിൽ കാര്യം കേട്ടോ. ബാക്കി നിങ്ങളൊക്കെ ചെയ്ത ഉപാസനകൾ, നിങ്ങൾ ചെയ്ത പ്രാർത്ഥനയൊക്കെയാണ് ഇത് തിരിച്ചു കിട്ടണം. അതിൽ ഞാനൊരു ഒന്നും ഘടകമല്ല, അവിഭാജ്യ ഘടകമല്ല. ദൈവത്തെ ഇത് മനസ്സിലാക്കുക കേട്ടോ. അതുകൂടി പറയുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ഫലം എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്കേവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും, നിങ്ങളുടെ അല്ലല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളൊന്ന് വരുന്നു. അതിന് ഇമ്പോസിഷൻ എഴുതി നമ്മളൊന്നാക്കണം. അതൊരു നല്ല വിചാരമല്ല. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഇനി ശരിയാവും. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ മനോകാമനാഭീഷ്ടങ്ങളും നടക്കാനും, കുടുംബത്തിൽ സന്തോഷം, സമാധാനം, ഐക്യമത്യം, സമൃദ്ധി ഉണ്ടാകുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, അവരാഗ്രഹിക്കുന്ന രീതി സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർ ജോയിൻ ചെയ്ത് അവർക്ക് അനുയോജ്യരായ, സംസ്കാര സമ്പന്നരായ, അതാത് കുലാചാരമനുസരിച്ചുള്ള ജീവിത പങ്കാളി ലഭിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ഉദ്യോഗമോ വ്യാപാരമോ ബിസിനസ്സോ ആകട്ടെ അതിൽ ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാനും, അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ സദാസമയം, അത് വീട്ടിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, കുട്ടികൾ പഠനാവശ്യത്തിന് നിൽക്കുന്നിടത്താകട്ടെ, ഓരോരുത്തരും ജോലി സംബന്ധമായി ചെയ്യുന്ന യാത്രകൾ, കുട്ടികൾ പഠനാവശ്യത്തിന് ചെയ്യുന്ന യാത്രകൾ, വിനോദയാത്രകൾ, തീർത്ഥയാത്രകൾ, ഔദ്യോഗിക യാത്രകൾ, എല്ലാത്തിലും അവർക്ക് എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ലഭിക്കാനും, അതുപോലെ ഓരോരുത്തരുടെയും കുലദേവത, കുടുംബദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, ഗുരുപരമ്പരകൾ, പിതൃക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിലും സദാ സർവദാ സർവത്ര ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുവാനും, കുടുംബത്തിൽ സമാധാനം, സന്തോഷം ഉണ്ടാകുവാനും, അതുപോലെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്ത് അത് 100 മേനി വിളവോടുകൂടി തിരിച്ച് സമൃദ്ധിയായും ഐശ്വര്യമായിട്ടും തിരിച്ചു ലഭിക്കുവാനും എൻ്റെ ഉപാസനാമൂർത്തികളോടും ഗുരുപരമ്പരകളോടും ഇന്നത്തെ വൈശാഖ മാസത്തിൻ്റെ ആദ്യ ദിനമായ ഇന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.